മാരകമായ രോഗങ്ങൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, വിശപ്പടങ്ങും, പക്ഷെ അതിലൂടെ പല രോഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്ന് പറഞ്ഞതുപോലെ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസം തന്നെ ലമ്മാ ഖലഖല്ലാഹു തആല സമാവാതി വൽ അർള, ആകാശഭൂമി അല്ലാഹു സൃഷ്ടിച്ച കാലഘട്ടത്തിൽ തന്നെ സൂറിനെയും അല്ലാഹു സൃഷ്ടിക്കുകയുണ്ടായി. ഫഅതാഹു ഇസ്റാഫീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് അത് ഏൽപ്പിക്കുകയാണ്. സൂർ എന്ന് പറയുന്നത് വല്ലാത്തൊരു കുഴലാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ സൂറിനെ കുറിച്ച് മാത്രം പറയാൻ ഒരു അരമുക്കാൽ മണിക്കൂർ വേണ്ടി വരും. പക്ഷെ അതിലേക്ക് മാത്രം നമ്മൾ കടന്നിട്ട് കാര്യമില്ല. നമുക്കിന്ന് ഖിയാമത്ത് ഉണ്ടാകേണ്ടതിന്റെ കാരണങ്ങളൊക്കെ എന്താണ്, അതിനെക്കുറിച്ച് നൽകുന്ന നമുക്ക് ചർച്ച ചെയ്യാനാണ്. അപ്പൊ അതുമായി ബഹുമാനപ്പെട്ട ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചുണ്ടിലിങ്ങനെ അമർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരിക? വേറെ എങ്ങോട്ടും ബഹുമാനപ്പെട്ട ഇസ്റാഫീൽ നബി നോക്കാറില്ല, ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കാറില്ല. ആ സൂറെന്ന കാഹളവും ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അള്ളാഹുവിന്റെ വിളിയുണ്ടാകാം, ഏത് സമയത്തും പടച്ച തമ്പുരാന്റെ കൽപ്പനയുണ്ടാകാം. ആ കൽപ്പനയുണ്ടാകുമ്പോ സൂറെന്ന കാഹളത്തിലൂടെ ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഊതണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ കാഹളത്തിലൂടെ ശബ്ദം മുഴക്കുകയാണ്. അല്ലാത്ത ശബ്ദമായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വളരെ ദുഃഖിതനായി കണ്ടപ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ അങ്ങയെ ദുഃഖിതനായി ഞങ്ങൾ കാണുന്നത്? ഇപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന എന്തേ പറഞ്ഞ ദുഃഖം? കൈഫ നഅമു വസാഹിബു സൂർ ഖദ് ഇൽതഖമൽ ഖർനാ, എങ്ങനെയാണ് സഹാബത്തെ ഞാൻ സുഖിക്കുക, എങ്ങനെയാണ് ഞാൻ രസിക്കുക, എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കുക? സൂറെന്ന കാഹളത്തിലെ ഊത്തുമായി ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളം ചുണ്ടിൽ ഘടിപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് സമയത്തും ആ കാഹളത്തിലൂടെ ഊത്തുണ്ടാകാം, ഏത് സമയത്തും ഈ ലോകം അസ്തമിക്കാം, അതിന്റെ അടയാളങ്ങൾ സംഭവിക്കാം. കൈഫാനമോ, ഞാൻ എങ്ങനെയാണ് അത് ഓർത്തിട്ട് സുഖിക്കുക, രസിക്കുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എങ്ങനെ എന്നെ കൊണ്ട് സുഖിക്കാൻ കഴിയും? ഏത് സമയത്തും ആ ഊത്തുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അന്ത്യമാണ്, ഒരു മനുഷ്യന്റെ മരണമാണ് അവന്റെ ഖിയാമത്ത്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടെ അവന്റെ ഖിയാമത്ത് തീർന്നില്ലേ? ഏത് സമയത്ത് മരിക്കല്ലോ, ഏത് സമയത്ത് സംഭവിക്കല്ലോ. എങ്ങനെ സുഖിക്കാൻ കഴിയും? ഏത് സമയത്ത് സംഭവിക്കാം. അല്ലാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ നദിമാ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അദ്ദേഹം ഖേദിച്ചു മടങ്ങി ദുഃഖിതനായിട്ടല്ലാതെ മരണപ്പെടുകയില്ല. ഖീല യാ റസൂലല്ലാഹ് വമാ നദാമതുഹു, എന്തിന്റെ പേരിലാണ് അസത്യവിശ്വാസി ദുഃഖിതനാകുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാ യകൂനസ്താദാ, കൂടുതൽ നാളെ ദുനിയാവിൽ ജീവിച്ച് നന്മകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. അതാണ് മഹാന്മാരുടെ ലക്ഷ്യം. കൂടുതൽ നാൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു അടിച്ചു പൊളിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ നമ്മൾ ധരിക്കാം. പക്ഷെ മഹാന്മാരായ സാലിഹീങ്ങൾ കൂടുതൽ നാൾ ജീവിച്ച് കൂടുതൽ നന്മകൾ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ, അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് സത്യവിശ്വാസി മരിക്കാറാവുന്ന സമയത്ത് അദ്ദേഹം ഖേദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതേപോലെ തന്നെ കാഫിറുകളും അവിശ്വാസികളും മരിക്കുന്ന സമയത്ത് ദുഃഖിക്കുമത്രേ. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ നദാമതുഹു, അവരുടെ ദുഃഖം എന്താണ്, അവരുടെ വ്യസനം എന്താണ്, അവരുടെ പ്രയാസം എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാ യകൂന നുസിയാ, അവരുടെ റൂഹിനെ പിടിക്കപ്പെടാതിരുന്നെങ്കിൽ
കുറെ കാലം കൂടി ദുനിയാവിൽ ജീവിച്ച് അടിച്ചു പൊളിക്കാമായിരുന്നല്ലോ. അതിനുള്ള അവസരം ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ എന്നോർത്തുകൊണ്ട് കാഫിരീങ്ങളും അവിശ്വാസികളും മരണത്തോടെടുക്കുന്ന സമയത്ത് പൊട്ടിക്കരയുമെന്നും ഖേദിക്കുമെന്നും കമാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദിച്ചു മടങ്ങും. അപ്പൊ ഒരാൾ മരിക്കലാണ് അവന്റെ ഖിയാമത്ത്. മനസ്സിലായി കേട്ടോ? ഒരാള് മരണത്തോടു കൂടി അവന്റെ ഖിയാമത്തായി, അവന്റെ അവസാനമായി. അതാണ് അവന്റെ ഖിയാമത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ സൂറന്ന കാഹളത്തിൽ 3 ഊത്ത് ഓതുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകി. ഒന്നാമത്തെ ഊത്ത് നഫ്ഖുൽ ഫസ്അ, കിടുകിടാ വിറപ്പിക്കലാണ്. ഒരു ഊത്ത് ഓതുന്നതിലൂടെ ഇപ്പൊ നമ്മളിപ്പോ ഇടിയൊക്കെ വെട്ടുമ്പോ മിന്നൽ ഇടിയൊക്കെ ആകുമ്പോൾ വല്ലാത്ത പേടിയല്ലേ നമുക്ക്? ഇപ്പൊ തന്നെ ഒരു പേടിയല്ലേ? പെട്ടെന്ന് എല്ലാം ഓഫാക്കിയിട്ട് കടവെല്ലാം അടച്ചു പോയിട്ട് വീട്ടിനകത്ത് എന്താ ഒരു വല്ലാത്ത കിടക്കം, വല്ലാത്ത കിടക്കം. ونفخ في الصور ففزع ما في السماوات وما في الأرض إلا ما شاء الله. ആകാശലോകത്തുള്ള വിളിയാളം സംഭവിക്കുമ്പോ സൂറന്ന കാഹളത്തിലെ ഒന്നാമത്തെ ഊതപ്പെടുമ്പോ ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും സകലമാന സൃഷ്ടികളും അതാ പേടിച്ച് വിരളുകയാണ്, പേടിച്ച് വിരണ്ടോടുകയാണ്. വല്ലാത്ത അപശബ്ദമാണ്. എത്രയോ ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടവരാണ്, എത്രയോ ശബ്ദങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചവരാ. പക്ഷേ ഇത് വല്ലാത്ത ശബ്ദമാണ്, ശബ്ദമാണ്. എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്, ഓടുകയാണ്. അല്ലയോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. ഏ മനുഷ്യ മക്കളെ, ഏ മനുഷ്യരെ, മനുഷ്യ സമൂഹമേ, സകലമായ മനുഷ്യ മക്കളോട് മാനവോട് ജനസഞ്ചയത്തോട് പടച്ചറമ്പുരാന്റെ വെളിയാളമാ. പടച്ചറപ്പിനെ നിങ്ങൾ ഭയപ്പെടണമേ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണമേ. ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. അത് കിടുകിടാ മനുഷ്യനെ വിറപ്പിക്കുന്ന ദിവസമാണ്. ഈ ലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്ന ദിവസമാണ്. ആഘോരമായ ശബ്ദം കേൾക്കുമ്പോ, ആഭാരമായ ഭയങ്കരമായ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്, ഓടുകയാ. യൗമ തറന്നാസ തദ്ഖലു കുല്ലു മുർദിഅ അമ്മാ റഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുഖാറാ വമാ ഹും ബിസുഖാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നബിയെ, ആ ഒരു ശബ്ദമുണ്ടാകുമ്പോ, ആ ഒരു ഭയാനകത ലോകത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഘോരമായ ശബ്ദം പടച്ചു തമ്പുരാന്റെ തീരുമാനത്തോടെ അവന്റെ സൃഷ്ടികളുടെ ഇടയിലേക്ക് ആ ശബ്ദം വന്നെത്തുമ്പോ ജനങ്ങൾ അതാ നെട്ടോട്ടം ഓടുകയാണ്, ഓടുകയാണ്. സ്വന്തം കുഞ്ഞിന് സ്വന്തം മാതാവ് മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാതാക്കളാണ് സ്വന്തം മക്കളെ. നീണ്ട 10 മാസ കാലയളവിൽ വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച മാതാക്കൾ അതാ സ്വന്തം മക്കളെ തന്റെ ഒക്കത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്, ഓടുകയാണ്. എല്ലാവരും വല്ലാത്ത ഓട്ടം, ഒരു വല്ലാത്ത സംഭവം. സ്വന്തം മക്കളെ പോലും പരിഗണിക്കാറില്ല, ഓടുകയാണ്. وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ജനങ്ങളോടുന്നത് കണ്ടാൽ മദ്യപിച്ച് മതോന്മത്തരായി ഓടുന്നവരെ പോലെയാണ്.